തൃശ്ശൂർ പൂരം കാണിക്കാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടതാ. തൃശ്ശൂർ പൂരം കാണിക്കാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടോ? അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പൂരം കാണാൻ ഇഷ്ടമാണോ, കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. കാണാൻ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. അവള് ഉറപ്പായിട്ടും കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ നമുക്ക് ഒരുമിച്ച് കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാണാം, ഫ്രണ്ട്സ് അല്ലയോ, ഓക്കെ കാണാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പിന്നാലെ പ്രപ്പോസ്. വില്ലനല്ല, കോമഡി അല്ല, റൊമാൻസിൽ ഞാൻ പുലിയാണെന്നല്ലേ? അത്ര റൊമാൻസ് ആണോ ഞാന്? ആണോ? ഞാനറിയാതെ ഞാൻ അധോലോകമായി നിൽക്കുന്നു. സംസാരിക്കത്തില്ല. അപ്പൊ ചേട്ടന് അത് ഇഷ്ടമല്ല ഞാൻ സംസാരിക്കാതിരിക്കുമ്പോ. ഞാൻ എപ്പോഴും സംസാരിക്കണം. ഞാൻ മിണ്ടാതിരിക്കുമ്പോ ചേട്ടന് ദേഷ്യമാവും. വിഷമാവും അല്ലേ? ദേഷ്യാവും. കുടുംബക്കാരല്ല, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ്. അവനുള്ളിൽ നിന്ന് ഒരാൾ കഴിയണ്, ഇത് അവനല്ലേ ആറ്റത്തുനിന്ന്. ഞാനും പറഞ്ഞു, ഇത് മമ്മൂക്കയല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലേ അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. എന്താ ഇവിടെ? ഞാൻ ചായ കുടിക്കാൻ. ഇവിടെ വെച്ചാണോ ചായ കുടിക്കാറ്? അല്ല, ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ശരി നമുക്ക് കാണാം, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ നവീനുണ്ട്, നവീൻ ബ്രോ ഉണ്ട്, നമ്മുടെ നസ്ലേത്തനിയൻ. പുള്ളി എൻ്റെ കൂടെ നിന്നിട്ടാണ് അന്ന് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാം. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് ചെയ്യണോ, എന്തെങ്കിലും പരിപാടി പിടിക്കണോ, കളറാവുന്ന രീതിയിൽ പറ്റുമോ, പിടിക്കണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്ന സമയത്ത് പുള്ളി വന്ന് ഇങ്ങനെ, നീ വെറുതെ നിന്നാൽ മതി, കളറായിക്കോളും. എവിടെയുള്ള കാണാനിനോ? ഞാൻ ഇവിടെ. അല്ല, ഇപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫോൺ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തില്ലെങ്കിൽ ശരി, അടുത്തില്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടാ. അത് ശരിയാ. ഇതൊരു കുടുംബകലഹല്ല, തന്നെയാണ്. നമുക്ക് ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകും. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന രണ്ട് പേര് റീസെൻ്റ്ലി മാരേജൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേരുകൾ ഇവരെ വിളിക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന രണ്ട് പേരാണ്. ആൻഡ് ഈ ഫസ്റ്റ് വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഒരു വളരെ ഗ്രേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന, എനിക്കൊന്ന് അതിനൊക്കെ മുമ്പേ ടിക്ടോക്ക് ഒരുപാട് വീഡിയോസ്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കോമഡി വീഡിയോസും കാര്യങ്ങളും അതുപോലെ കോമഡി കോണ്ടന്റ്സും ഒക്കെ ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കിടിലം റോള് നമുക്കൊരു മൂവിയിൽ കിട്ടി. അതും ആവേശത്തോടെ ആ റോള്, ആവേശത്തിലെ ആ ഒരു വില്ലൻ സ്റ്റുഡൻറ്റ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന നമ്മുടെ മിഥുൻ മിഥുൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി വരെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. മിഥുൻ ആൻഡ് പാർവതി, വെൽക്കം. പറയൂ, എന്തുണ്ട് വിശേഷം? ഇതാണ് ഏറ്റവും വലിയ വിശേഷം. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഹാപ്പിയാണോ? ആൾക്കാരുടെ കോള്, മെസ്സേജ്, കാര്യങ്ങൾ ഒരുപാട് പേര് വിളിക്കുന്നു. മിഥുനെ പറയൂ. ഹാപ്പിയാണ്, കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ്. പിന്നെ പുതിയൊരു ജീവിതം ആയതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിന് സ്റ്റാർട്ട് പാടാനോ അങ്ങനെ നിൽക്കുന്നു. അതെ. പാർവതിയെ ഒന്ന് പരിചയപ്പെടുത്തു. എന്താണ് ചെയ്യുന്നത്? ഏതാണ് ഇപ്പം പഠിക്കുക? ട്രിവാൻഡ്രത്താണ് സ്ഥലം. ശരി, എന്താ പഠിക്കുന്ന കോഴ്സ്? ഇവിടെ വന്നിട്ട് നോക്കാന്നുള്ള രീതിയാണ്. ഓക്കെ, PSC ക്ലാസ്. അടിപൊളി. പിന്നെ അല്ല, നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ, സിനിമ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഒരാള് മറ്റേ ഈ ഫീൽഡിലൂടെ പോകുമ്പോൾ നല്ലതാണല്ലോ അല്ലേ? അതെ. എനിക്ക് ഇവിടെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ താറ്റ് കൊടുത്തിട്ട് വിടാനോ, ടീച്ചറായി കഴിഞ്ഞാൽ സ്കൂളില് പോകുമ്പോ വീട്ടിൽ നിന്നിട്ട് താറ്റ പോട്ട് വായോ അങ്ങനെയൊക്കെ പറയാനോ അല്ലേ? അങ്ങനെ പറയാതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ടീച്ചർ ആകുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ഏതായിരിക്കും? ഹിസ്റ്ററി. അതാണ്. BSc ഹിസ്റ്ററി ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അതിന് നടക്കട്ടെ, സംഭവിക്കട്ടെ. സംഭവിച്ചേ പറ്റും. അതല്ലെങ്കിൽ വേറെ ജോബ് ഉണ്ടല്ലോ, നോക്കാം. വേറെ ജോലിയാണെങ്കിലും കുഴപ്പമില്ല. ഇതാണെങ്കിൽ അത്രയും സന്തോഷം. കാരണം പഠിച്ചത് വെച്ച് കറക്റ്റ് വർക്ക് ചെയ്യാമല്ലോ അല്ലേ? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം പഠിച്ച് ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ട് ടീച്ചറാകുന്നുള്ളൊരു, അതുപോലെ തന്നെ മിഥുൻ്റെ രീതിയിൽ പണ്ടാണെങ്കിൽ ടിക്ടോക്ക് ഒരുപാട് വർഷമായല്ലോ മിഥുന് ഫീൽഡിൽ, മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ടിക്ടോക്ക് തൊട്ടേ നമ്മൾ കാണാൻ തുടങ്ങിയത്. അതിന് മുമ്പും എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കലകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇത് എപ്പോഴായിരുന്നു ഇത് തുടങ്ങിയത്? അതായത് ഒരു ആക്ടിങ് എന്നുള്ളൊരു പരിപാടി, ഇപ്പം അങ്ങനെ ഒരു മൈൻഡിൽ? അത് ഞാനീ ആക്ടിങ് എന്നുള്ള പരിപാടി ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ടിക്ടോക്ക് ചെയ്യുന്നുണ്ട്,
പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ റിപ്ലൈ ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ആക്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെയായിട്ട് നോക്കിയിട്ട് കൂടി ഇല്ല. മനസ്സിലായി. ആ ഒരു ആക്ടിംഗ് എന്നുള്ളൊരു പാഷൻ ആദ്യം ഇല്ലായിരുന്നു. കാരണം വെച്ചാല് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മൈൻഡിലാണ് ഞാൻ നടക്കുന്നുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ആക്ടിങ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് എന്നെ പോലുള്ളൊരു ഒരാൾ വന്നിട്ട് ഇങ്ങനെ എനിക്ക് ആക്ടർ ആവണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലല്ലോ. മറ്റുള്ളവർക്ക് അങ്ങനെ ആക്സെപ്റ്റിങ് ആവണമെന്നുമില്ല. അപ്പം പിന്നെ ആ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. ടിക്ടോക്ക് ചെയ്യുന്നു, വീഡിയോ ചെയ്യുന്നു, സിമ്പിളായിട്ട് വർക്ക് കാര്യങ്ങൾ നടക്കുന്നു. അതാണ് എൻ്റർടൈനിങ്. ടിക്ടോക്ക് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തും എല്ലാ സമയത്തും ജസ്റ്റ് ഒരു റിലാക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ട് സൈഡിൽ കൂടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുമ്പോൾ അത് വലിയൊരു ഇപ്പോൾ ഒരു പടത്തിലേക്ക് ചാൻസ് കിട്ടാൻ കാരണമായതുകൊണ്ട് അത് വളരെ സന്തോഷം. ഇനിയിപ്പം നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അറിയാത്തവരുണ്ട്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന വീഡിയോ എടുത്ത വീഡിയോ കണ്ടവരുണ്ട്. അപ്പം അതല്ലാതെ ഞാൻ ചോദിക്കുവാണെന്ന് നിങ്ങളുടെ ഒരു എങ്ങനെയായിരുന്നു നിങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടത്? പാർവതി തന്നെ പറയട്ടെ അല്ലേ? അതെ പറയട്ടെ, നിൽക്കാൻ പാടില്ല പറയും. യെസ് മിഥുൻ, ചേട്ടൻ പറയട്ടെ. നീ പറ. ചേട്ടൻ പറഞ്ഞോ? അല്ല പാർവതി പറഞ്ഞോ? നീ പറ. നിന്നെ പറിച്ചിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നാളെ വന്നിട്ടുള്ളത്. ചേട്ടൻ പറയും. പാവം എന്നെ വായന വിളാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നേരെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോൾ ഓരോ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ നല്ല കണ്ടന്റ് നല്ല പരിപാടിയാണെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ അതിനൊരു ഇത് കൊടുക്കും, ലൈക്കോ അല്ലെങ്കിൽ കമന്റോ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ പുള്ളിയെ പരിചയപ്പെടുന്നത്. ഞാനൊരു ദിവസം എന്തോ ഒരു കവിതയൊക്കെ എഴുതിയിട്ട് ഇട്ടേക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേർഡ് ഒരു കോട്സ് പോലെ എഴുതി വെച്ചേക്കുവാണ്. ഞാൻ വായിച്ചു. അപ്പം തന്നെ എന്തോ ഇതിന് കമന്റ് ചെയ്യാൻ തോന്നി. കുട്ടി ഇത് കൊള്ളാട്ടോ, നൈസായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ്. ശരി. ആ കവിതയുടെ ഒരു കണ്ടന്റ് എന്തായിരുന്നു ശരിക്കും? അതെനിക്ക് അറിഞ്ഞൂടാ. അത് അന്ന് അത് ഇപ്പോഴും ഉണ്ടോ? ഞാൻ ഫോണിലുണ്ടോ? ആ കവിത അത് എഴുതാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു ശരിക്കും? അത് എനിക്കറിയില്ല. ചുമ്മാ വെറുതെ എഴുതിയതാ. ഓരോന്നും ഇങ്ങനെ വെറുതെ എഴുതും, മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതും. അങ്ങനെ എഴുതിയിട്ട് കേട്ടു. അപ്പൊ പെട്ടെന്ന് ഈ കമന്റ് കണ്ടു അല്ലേ? കമന്റ് ആയിരുന്നു മെസ്സേജ് ആയിട്ട് അയക്കുമായിരുന്നു? മെസ്സേജ് ആണ്. നല്ല ഒരു കോണ്ടന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സ് ആയി പയ്യെ. പിന്നെ ഏത് ടൈമിലായിരുന്നു തോന്നിയത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ആരാണ് ഒരാൾ ഇനിഷ്യേറ്റീവ് എന്തായാലും എടുക്കണമല്ലോ. അതെങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ് ഓർമ്മയുണ്ട്? തൃശ്ശൂർ പൂരം കാണിക്കാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടതാ. തൃശ്ശൂർ പൂരം കാണിക്കാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടത്? അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പൂരം കാണാൻ ഇഷ്ടമാണോ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് ടിവിയിൽ കാണുന്നതല്ലേ, ഞങ്ങൾ അത്രയും ദൂരത്ത് നിങ്ങൾ വരത്തില്ലല്ലോ. അപ്പൊ ടിവിയിൽ കണ്ടു. അപ്പൊ പറഞ്ഞു കാണാൻ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഉറപ്പായിട്ടും കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ നമുക്ക് ഒരുമിച്ച് കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാണാം, ഫ്രണ്ട്സ് അല്ലയോ, ഓക്കെ കാണാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പിന്നാലെ പ്രപ്പോസൽ വന്നു. അത് കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മിഥുൻ തന്നെ പ്രപ്പോസ് ചെയ്തു. ചേട്ടന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ഇങ്ങനെ എത്തി പ്രപ്പോസൽ. മറുപടി എന്തായിരുന്നു? പറ്റൂല. ഫസ്റ്റ് നോർമലി എല്ലാവരും പറയുന്ന പോലെ തന്നെ ചേട്ടാ അത് പറ്റൂല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് അത് ശരിയാവില്ല, നമുക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കാം അങ്ങനെയൊക്കെ. നോർമലി നമ്മള് ഇപ്പൊ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടാൻ അവനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ നിന്ന് എന്തായിരിക്കും നമുക്കറിയാലോ. ഫസ്റ്റ് തന്നെ വെട്ടി തുറന്നാലും യെസ് എന്നുള്ള പരിപാടി ഒന്നും പറയില്ല. അതുപോലെ നിന്നു. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും റിപ്ലൈ കിട്ടി. എന്നാ പിന്നെ അച്ഛനും അമ്മയും എന്നെ കൈ കൊടുത്തു വിട്ടാനേ ഞാൻ വരുന്നുള്ളൂ എന്നുള്ള പരിപാടി. എന്നുവെച്ചാ രണ്ട് വീട്ടുകാരും സമ്മതിക്കണം, നമ്മളായിട്ട് എടുത്തിട്ട് അവര് വിഷമിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ചേട്ടന്റെ വീട്ടുകാർ സമ്മതിക്കണം, എന്റെ വീട്ടുകാർ സമ്മതിക്കണം, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ. അതായത് ആദ്യം തന്നെ യെസ് എന്ന് പറയാതെ തന്നെ അതിന് മുമ്പ് തന്നെ ഓക്കെ സംഭവം ഇങ്ങനെയാണ്, പക്ഷെ എന്റെ വീട്ടിൽ സമ്മതിക്കണം, നമുക്കൊരു അറേഞ്ച് എന്നുള്ള രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോവാണെങ്കിൽ ഓക്കെ. കാരണം ഓൾറെഡി ഫ്രണ്ട്സ് ആണ്, അറിയാം.
അതല്ലായിരുന്നു കാര്യം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ? കാരണം വീട്ടിൽ പറയണമെന്നുള്ളതാണല്ലോ അടുത്തത്. ചേട്ടൻ ഫസ്റ്റ് പറഞ്ഞു, അതിനുശേഷം ഞാൻ ഇതിന്റെ വീട്ടിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ്, പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ വീട്ടുകാരാദ്യം നോക്കട്ടെ ആരാ അവളെ എന്നുള്ള രീതിയിൽ നോക്കി, പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു സംസാരിച്ചൊക്കെ വന്നപ്പോൾ ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ ഇതിന്റെ സൈഡ് ക്ലിയർ ആയി വീട്ടില്. പാർവതിയുടെ വീട്ടില് പറഞ്ഞപ്പോഴോ? മാമി മാമൻ ഫസ്റ്റ് അറിഞ്ഞു, അത് കഴിഞ്ഞ് അപ്പൂപ്പനമ്മ അതറിഞ്ഞു, ലാസ്റ്റ് അച്ഛനമ്മ അറിഞ്ഞു. അവരുടെ അടുത്താണ് ഫസ്റ്റ് പറഞ്ഞത് കാര്യങ്ങൾ. അവരാ അച്ഛൻ്റെ അമ്മ അടുത്ത് സംസാരിച്ചു. അവർക്ക് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല അവരാരും. കാരണം വീട്ടിൽ എന്തുണ്ടെങ്കിലും പുള്ളി അവന് പറയുന്നത് കേൾക്കുള്ളൂ. അവൻ അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളി ഇങ്ങനെ ആളെ വളർന്നു പോയ ടൈം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത്. എന്നെയും പ്രതീക്ഷിച്ചില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ മാമനും മാമിയുടെ അടുത്ത് പറഞ്ഞു. അവര് പോയി നൈസായിട്ട് അച്ഛനും അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അച്ഛനും അമ്മ ഇത് കേട്ടപ്പോ സിമ്പിളായിട്ട് എന്നെയും ഇങ്ങനെയാണെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു നീയായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണ്, നീയായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്തോളാൻ പറയുന്നു. പിന്നെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് അവര് കണ്ട് സംസാരിക്കണം, അങ്ങനത്തെ കാര്യം. അങ്ങനെ ഒരു വീട്ടിലെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നു, കാണുന്നു, അങ്ങനെ ഇതാകുന്നു. അപ്പോൾ ആ ടൈമിൽ എസ്പെഷ്യലി ഇപ്പോൾ മീഡിയയിലുള്ളൊരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയേണ്ടി വന്നപ്പോൾ അവർക്ക് ചിലപ്പോൾ അതിനെ പല രീതിയിലെടുക്കാം. ഇപ്പോൾ ചിലർ പറയും ആ മീഡിയയിലൊക്കെയാണോ, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പയ്യൻ, ആ രീതി വേണം പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഓ മീഡിയയൊക്കെയാണോ അങ്ങനെയും പറയാം. അതിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി. ആദ്യം പറഞ്ഞില്ല, സിനിമയിൽ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. ചേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആദ്യം പറഞ്ഞില്ല, പിന്നെ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് പറഞ്ഞു. ആളിങ്ങനെ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ ഈ വ്യക്തി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇല്ല, ഒരു മൂവി ചെയ്യുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു ആരടുത്തൊന്നും പറയില്ലേ എന്ന് പറഞ്ഞു. കാരണം ഇറങ്ങി കഴിയുന്ന വരെ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാ വരുന്നതൊന്നും പറയാം, സിനിമയുടെ കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മൂവി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് മുഖങ്ങൾ മാറുന്ന കാണാൻ പറ്റും, ഫേസിന്റെ എക്സ്പ്രഷൻ മാറുന്ന അറിയാൻ പറ്റും. പിന്നീട് എന്റെ ഇഷ്ടത്തോടെ കൂടെ നിന്നു. അപ്പൊ ആ ഇറങ്ങി കഴിഞ്ഞ സിനിമ കാണാൻ പോയത് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ നിങ്ങൾ പോയോ? ആവേശം കാണാൻ? അത് പറയണ്ട, കസിൻസിന്റെ കൂടെയാ പോയി കണ്ടു ഫസ്റ്റ് തന്നെ. അതിനുശേഷം ഫാമിലിയുടെ കൂടെ പോയി. വീട്ടില് പാരന്റ്സിന്റെ കൂടെ പോയി. അച്ഛനമ്മ വന്നില്ല, മാമനും മാമിയും അനിയന്മാര്. ശരി. അപ്പൊ അത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ, കാരണം എന്തായാലും വീട്ടിലെല്ലാം സമ്മതിച്ചിരിക്കുക, കല്യാണം ഓൾമോസ്റ്റ് സമ്മതിച്ച സമയമാണല്ലോ. അച്ഛനും അമ്മയും ഓക്കെ പറഞ്ഞു, മാമനും മാമിയൊക്കെ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഭാവി വരൻ ഓക്കെ. അപ്പോൾ തിയേറ്ററിൽ ഓക്കെ. ഇത് ആ കണ്ടപ്പോൾ കിട്ടിയൊരു ഫീൽ ശരിക്കും എങ്ങനെയായിരുന്നു? ഇത്ര എക്സ്പെക്ട് ചെയ്തായിരുന്നു? ഇല്ല. ശരിക്കും ഒരു ചെറിയ റോളെന്നാണോ, എങ്ങനെയായിരുന്നു? അതിലൊരു ചെറിയ റോൾ ഉണ്ടെന്നോ അത്ര എൻ്റെ അടുത്ത് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു, നീ പോയി ഇറങ്ങുമ്പോ കാണണം എന്ന് മാത്രമേ പറഞ്ഞു. നിന്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും ചെറിയൊരു റോളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് സേഫ്. അതാണ് ഉള്ള കാര്യം പറഞ്ഞ. ഞാൻ വിചാരിച്ചു ഒരു 5-10 മിനിറ്റ് ഇത്ര ഇടയ്ക്ക് വന്നിട്ട് പോകുന്നു. പക്ഷെ കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വിത്ത് മ്യൂസിക്, വിത്ത് ആക്ഷൻ, ഡയലോഗ്സ്, അത് ഇത് വൺ ഓഫ് ദ മെയിൻ റോൾ. പിന്നെ പറഞ്ഞു എൻട്രി തുടങ്ങാൻ നേരത്ത് പേരൊക്കെ എഴുതി കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടപ്പോ തന്നെ ആളുണ്ട്, സമാധാനം. അപ്പോളേ കസിൻസോടെ പോയി കണ്ടത്. അവരടുത്ത് പറഞ്ഞു ഇപ്പൊ വരും നോക്കിയിരുന്നോളാ പറഞ്ഞു. അപ്പൊ കസിൻസിലൂടെ പോയിരുന്ന് കണ്ടപ്പം, അതായത് ഇതിന്റെ സീൻ വന്നപ്പോൾ ഇങ്ങനെ ഇരുന്നായിരുന്നോ? ഇല്ല, ഞാൻ ഇങ്ങനെ നോക്കി. അവര് പറഞ്ഞു ഇതാരെന്നറിയാവോ, അവിടെ ഇരുന്ന് തിയേറ്ററിന്റെ അകത്തല്ലേ. അപ്പൊ അവര് പറഞ്ഞു ഇതാരെന്നറിയാമോ എല്ലാവർക്കും. ഇങ്ങനെ പതുക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഇതാ കെട്ടാൻ പോകുന്ന കുട്ടി അറിയാവോന്ന് ആളുടെ. കുട്ടിയാണിത്. അങ്ങനെ കസിൻസ്. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടായിരിക്കും, നമുക്ക് കണ്ടിട്ട് പോവാ.
സിമ്പിൾ. അല്ല ഈ ടിവിയിൽ വന്നപ്പോ എന്തായാലും ആ വീട്ടിൽ parents കണ്ടില്ലേ? കണ്ടു കണ്ടു. അച്ഛനും അമ്മയും ആ ഇഷ്ടപ്പെട്ടു. അവര് അത് കണ്ടിട്ട് അവരെപ്പോഴാ കണ്ടെന്ന് വെച്ചാൽ അവർ ഇങ്ങോട്ടേക്ക് വരുന്ന ടൈമില് വണ്ടിയില് ഇട്ടായിരുന്നു സിനിമ. അപ്പഴാ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കണ്ടത്. അതൊന്നും ആലോചിക്ക്. ഇങ്ങോട്ട് അവര് വീട്ടിലോട്ട് വരുന്ന സമയത്ത് വണ്ടിയിൽ ഇടുക ഏത് ഈ സിനിമ ഇതിന്റെ സിനിമ ഇട്ട് കണ്ടോണ്ടിരിക്കുന്നു. നാളെ അവന് വരുമ്പോഴും ഒന്നുകൂടി എന്തോ അറിയത്തില്ല. നാളെ വീട്ടിൽ നിന്ന് എല്ലാരും അന്നേരം വേണമെങ്കിൽ അടുത്ത പരിപാടി വിടാന്നല്ലേ. ഇനി ആവേശം കഴിഞ്ഞിട്ട് ഇപ്പം ആവേശം എന്ന് പറയുന്ന മൂവിക്കകത്ത് ആ ഒരു ക്യാരക്ടർ എല്ലാവരും ഇഷ്ടപ്പെട്ട് അപ്പം നമ്മൾ ഒരു മൂവി ചെയ്ത് അതിലെ ക്യാരക്ടർ ഒരുപാട് ശ്രദ്ധ പറ്റുമ്പം അതേപോലെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് വരിക എന്നുള്ളത് സാധാരണയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള റോളുകൾ അങ്ങനെയുള്ള റോൾസ് അത് കഴിഞ്ഞിട്ട് കഥകൾ ഞാൻ കേട്ടായിരുന്നു. അതിന് വളരെ കുറവാണ് ആ മോഡൽ റോൾസുകൾ, വളരെ കുറവാണ്. ബാക്കിയൊക്കെ എന്താ പറയുക, ഹൊറർ കോമഡി അല്ലെങ്കിൽ കോമഡി ആയിട്ടുള്ള പരിപാടികളാണ് ബാക്കി വന്നിട്ടുള്ളത്. സന്തോഷം. കാരണം എനിക്ക് ഏറ്റവും കംഫർട്ട് കോമഡിയാണ് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഏറ്റവും ഈസി ചെയ്യാൻ വില്ലൻ ക്യാരക്ടറാണ് ഏറ്റവും ഈസി. ഒരു ടെറർ സാധനം പിടിക്കാൻ അത് ഈസിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുന്ന. നവീനുണ്ട്, നവീൻ ബ്രോ ഉണ്ട്, നമ്മുടെ നസ്ലേത്തൻ അനിയൻ. പുള്ളി എൻ്റെ കൂടെ നിന്നിട്ടാണ് അന്ന് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാം. ആ സമയത്ത് നവീൻ ബ്രോ എൻ്റെ കൂടെ നിന്ന് ഓരോന്ന് പറഞ്ഞു തന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താ ചെയ്യണോ, എന്തെങ്കിലും പരിപാടി പിടിക്കണോ, ടെററാവുന്ന രീതിയിൽ പറ്റുമോ, പിടിക്കണോ എന്നുള്ള രീതിയിൽ നിന്ന സമയത്ത് പുള്ളി വന്ന് ഇങ്ങനെ നീ വെറുതെ നിന്നാൽ മതി, ടെറർ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് ഒക്കെ തന്ന് പിന്നെ ചെയ്ത് വന്നപ്പോഴാണ് ഒക്കെ കറക്റ്റ് ഓരോ ദിവസം കഴിയുമ്പോഴും ആൾക്കാർ പറയുന്നതും കൊള്ളാമെന്നൊക്കെ പറയുമ്പോഴുള്ളൊരു എക്സ്പെക്ടേഷൻ. ഫസ്റ്റ് ടൈം തന്നെ ഫസ്റ്റ് ഷൂട്ട് എൻ്റെ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊള്ളാം, എനിക്ക് നല്ല ഭാവിയുണ്ട്. അങ്ങനെ ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് നമ്മുടെ ഫേസിലുണ്ടാവും. ആ സമയത്ത് കണ്ണിന് ആ സാധനം കാണിക്കും. ഫസ്റ്റ് ആ സംഭവം അവിടെ സീനിയേഴ്സാണ് എന്നുള്ള ആ ഡയലോഗിന് കണ്ണിന് നേശം ഇങ്ങനെ കണിങ്ങി നേശം നാണത്തോട് കൂടിയുള്ള പോവാം എന്ന് പറഞ്ഞിട്ടുള്ള പോക്കും തിരിഞ്ഞു നോട്ടം, അതായത് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. അതാ ഫസ്റ്റ് എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇവനെ കൊണ്ട് അടുത്തത് ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാം, അത് ഒരു സാധനമുണ്ട് എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കഴിവുകൾ എന്തൊക്കെയാന്ന്. ഇത്രയൊക്കെ നമുക്ക് കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സാധനം അല്ലേ. ആവേശം കഴിഞ്ഞപ്പോൾ ആ ഒരു ആവേശത്തോടുള്ള ഒരു മാറ്റം ലൈഫിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും 2-3 കാര്യം പറയാനാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം? 2-3 കാര്യം. ഒന്ന്, ആളുകളൊക്കെ എവിടെ പോയാലും ആവേശത്തിൻ്റെ ആക്ടിങ് കുട്ടി അതാ പോകുന്നു എന്ന് തിരിച്ചറിയുക. അതൊന്ന് ചെയ്ത ആളെന്നെ തിരിച്ചറിയുക. അങ്ങനെയുള്ള പരിപാടികൾ. വേറെ ഒക്കെ ഞാൻ തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ പോലും കടയിൽ പോവുകയാണ്. ഇതിപ്പോൾ എൻ്റെ സ്ഥലമായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഈ വസ്തു കറങ്ങാനും എനിക്കൊരു കുഴപ്പമില്ല. പുറത്തേക്ക് പോകുമ്പോഴാണ് പറഞ്ഞ പോലെ ആൾക്കാർ തിരിച്ചറിയുക, അടുത്ത് വരെ സംസാരിക്കുക. അത് ഹാപ്പിയാണ്. പ്രൗഡ് മൂമെന്റ്സ് ആണ് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ വേറൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് ഇതിനോട് ഉണ്ടായിട്ടില്ല. പിന്നെ ദൈവം സഹായിച്ച് കഥകൾ വരുന്നുണ്ട്. അപ്പം നല്ല കഥകൾ കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ടൈമും ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെതായ സന്തോഷം. പാർവതിക്ക് ഈ ഒരു അഭിനയം അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാൻസോ എന്തെങ്കിലും കലാപരമായിട്ടുള്ള എന്തെങ്കിലും എഴുത്ത് അതാണല്ലോ കവിത എന്ന് പറഞ്ഞതല്ലേ. എഴുത്തിൻ്റെ ആശാൻ. എഴുത്ത് ഭയങ്കര ഇഷ്ടമാണല്ലേ. ഏത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കഥാ മത്സരം, അങ്ങനെ കവിതാ മത്സരം, അതിനൊക്കെ തന്നെ ജില്ലാതലം, സബ് ജില്ല. അത് പിന്നെ അത് അപ്പോഴൊന്നും പോയിട്ടില്ല. അത് എഴുതാൻ ഇഷ്ടമായതുകൊണ്ട് അതിനെല്ലാം ചേരും. പിന്നീട് ഇങ്ങനെ ITI പോയപ്പോ പിന്നെ അത് ക്ലിക്കായി. പിന്നെ എന്തുവാ ITI ഇത് ഇന്റർ ITI അല്ലേ, അപ്പൊ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ വരും. അങ്ങനെ പിന്നെ ഇന്റർ കോളേജ് ഫെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാ ജില്ലയിൽ നിന്നും വന്നിട്ട് അതിവിടെ ചാക്കയിൽ വെച്ചിട്ടായിരുന്നു തിരുവനന്തപുരം. ശരി, അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൈഡ് ഉണ്ട്, അതിലാണല്ലോ വീണത്.
അതെ അതെ അതെ. കുറേ കവിതകൾ എഴുതിയിട്ടും ഒക്കെ ഉണ്ടല്ലോ. അതിൽ ആ കവിതയിലല്ലാതെ വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത പാർവതിയുടെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത് മിഥുൻ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാലും അത് പറയാൻ പറ്റുന്ന ഒരു വരികൾ പറയാൻ പറ്റുന്ന ഒരു കവിത? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ പോസ്റ്റ് ഒന്നും ഇടാറില്ല. ഞാൻ എഴുതി എൻ്റെ നിന്ന് സൂക്ഷിച്ചു വെക്കും, അത്രേ അത്രേ ഉള്ളൂ. ഉള്ളൂ. ഓക്കെ. പിന്നെ അതെന്തോ കൊണ്ട് ഞാൻ ഇട്ടു, അത്രേ. സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടി എഴുതുന്നു, ആ വെക്കുന്നു, അല്ലാതെ ഒരു പോസ്റ്റ് ഇടണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊന്നും അധികം വന്നിട്ടില്ല. ഇനി വേണം വരുത്താൻ. ഇനി വേണം വരുത്താൻ. ഈ ആവേശിലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അതിൽ സ്മോക്ക് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെനിക്ക് തോന്നുന്നു അമ്മ എന്തോ കണ്ടിട്ട് ഇങ്ങനെ സംശയിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഞാൻ കേട്ടായിരുന്നു. അതെന്തൊരു സംഭവം? അതുള്ളതാ. ഞാൻ സ്മോക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. എന്തിന് ഈ ക്യാരക്ടറിൽ ചെയ്യാ, പിന്നെ ക്യാരക്ടർ എന്ന് പറയുമ്പോ അവന്റെ ധൈര്യം, അവന്റെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോ സ്മോക്കിംഗ് ആണല്ലോ മെയിനായിട്ട്, ആറ്റിറ്റ്യൂഡൊക്കെ. അപ്പൊ ആ സംഭവം ഇത് വേണ്ടി വരും, എന്തായാലും വേണ്ടി വരും. അപ്പൊ ഞാൻ വിളിച്ചു നോക്കി, ഓക്കെ കംഫർട്ടാണ്, കുഴപ്പമില്ല എന്നുള്ള ഞാൻ മരിച്ചപ്പോ അമ്മ, എടാ നീ മരിക്കാറുണ്ടോ മുന്നൊക്കെ കറക്റ്റായിട്ട് മരിച്ചോണ്ട് വിടണ്ട പോകാന്ന്. പണത്തിന് വേണ്ടി. അങ്ങനെ തന്നെ ഇവരുടെ ഞാൻ പറഞ്ഞത്, എന്ത് പണത്തിന് വേണ്ടി നമ്മളെന്തും ചെയ്യണല്ലോ. ആദ്യമേ അങ്ങ് പറഞ്ഞു വെച്ചാ പിന്നെ കുഴപ്പമില്ല. പിന്നെ തൊട്ട് കഴിഞ്ഞാൽ കയ്യാ വെട്ടും എന്നും പറഞ്ഞു. അതല്ലേ. അങ്ങനെ എന്തെങ്കിലും പാർവതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇപ്പം ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അങ്ങനെ ഉണ്ട്, അല്ലാതെ ചെയ്യരുതെന്നോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചെയ്യരുതെന്നും അല്ലാത്തത് ചെയ്യരുത് എന്നുള്ള പരിപാടിയാണ് പുള്ളി പറയാറ് എപ്പോഴും. അത് നോർമലി എല്ലാവരും പറയുന്ന കണക്ക് പറയും. സംഭവം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ അവിടെ വെച്ച് വരിക എന്നുള്ള പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിരുന്ന പരിപാടി. അപ്പോൾ അവിടെ വന്നിട്ട് അവിടുത്തെ ഓണർ ആന വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ആവേശത്തിൻ്റെ വില്ലൻ കുട്ടിയല്ലേ, നിങ്ങളുടെ പടം കണ്ടിട്ടാണ് ഇവിടെ കുറേ പേര് കഞ്ചാവ് അടിക്കുന്നതും ആൾക്കാരെ കുത്തുന്നതും റാഗ് ചെയ്യുന്നതും. അന്ന് ടൈമിന് റാഗ് ചെയ്തിട്ട് ഒരു കുട്ടി മരിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ടൈമിന് അങ്ങനെ റാഗിങ് ഒക്കെ വന്നിട്ട് കുട്ടികളിപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് നിങ്ങളെ കണ്ടിട്ടാണ്. അപ്പം നല്ല പൊന്നു ചേട്ടാ, ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ, ഞാൻ പാവമാണ്, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ എന്നുള്ള രീതിയിൽ ഞാനും സംസാരിച്ച് പറഞ്ഞു. ഞാൻ ചെയ്തു പടത്തിന് വേണ്ടി, അതായത് പടത്തിന് വേണ്ടി. അത് അവിടെ കഴിഞ്ഞു, അതിനെ പുറത്ത് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതെ അതെ അതെ. അവര് നോക്കുമ്പോൾ ഇതിനകത്ത് ചെയ്യുന്നു, അത് കുറെ ആൾക്കാർ കാണുന്നു, അല്ലേ ചെയ്യുന്നു എന്നുള്ള ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പിടിച്ച് തന്നെ നീ കാരണമാണെന്ന് പറയുന്നു എന്നുള്ള. പക്ഷെ ആ സംഭവം ശരിക്കന്ന് ഭയങ്കര ഇതായിട്ട് നിൽക്കായിരുന്നു. ഞാൻ ആ കുട്ടീനെ ക്ലോസറ്റിന് വെച്ചിട്ട് എന്തോ ആ പരിപാടി എന്തോ ആള് ഭയങ്കര മോശം. അങ്ങനെ ഈ അടുത്ത് ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായല്ലോ. മമ്മൂക്ക ഇങ്ങനെ വഴിയിൽ നിന്നപ്പോൾ ആ സമയത്ത് കണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അത് വൈറ്റിലേന് വെച്ചിട്ട്, വൈറ്റിൽ അതെ മമ്മൂക്കാരെ വീടിൻ്റെ അടുത്ത്. പുള്ളി ഞാൻ കാലത്ത് എഴുന്നേറ്റ് ചായ കുടിക്കാൻ വേണ്ടി പോയതാ. തൊട്ടടുത്ത് മമ്മൂക്കാടെ ഓപ്പോസിറ്റ് ചായക്കടയുണ്ട്. ആ ചായക്കട പോയി നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ലാൻഡ് റോവർ ഇങ്ങനെ ലാൻഡ് റോവർ കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ കഴിയുണ്ട്, ഇത് അവനല്ലേ ആറ്റത്തുനിന്ന്. ഞാനും വന്ന്, ഇത് മമ്മൂക്കയല്ലേ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലേ അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അപ്പം കൂടെയുള്ള ആളുടെ പുള്ളി പറഞ്ഞു, ആ മമ്മൂക്കയാടാ എന്ന് പറഞ്ഞു. ഇക്കാനെ കണ്ടു, ഹാപ്പിയായി, സംസാരിച്ചു. എന്താ ഇവിടെ ചോദിച്ചു. ഫസ്റ്റ് വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയതിന് ശേഷം ഗ്ലാസ് തുറന്നു. ഗ്ലാസ് തുറന്ന് എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ പടമൊക്കെ നന്നായിട്ടുണ്ട്, എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ചായ കുടിക്കാൻ. ഇവിടെ വെച്ചാണോ ചായ കുടിക്കാറ്? അല്ല, ഞാൻ ഇവിടെ താമസിക്കുന്നത്, തൊട്ടടുത്താണ് ഷോൺ വില്ല എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഏരിയ, അവിടെ നിൽക്കാണ് എന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു,
ആ ശനി നമുക്ക് കാണാം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അയ്യോ ഞാൻ ഓഹോ അത് എന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തൊട്ടടുത്ത് നിൽക്കണ്ടായിരുന്ന പുള്ളി വീഡിയോ എടുത്തു. ആ വീഡിയോയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ കാരണം അവര് നോക്കുമ്പോൾ രണ്ടുപേരെ അറിയാവുന്നവരാണ്. അറിയാവുന്ന അപ്പൊ അതങ്ങ് വീഡിയോ ഇട്ട് അതങ്ങ് പിന്നെ അങ്ങ് വൈറലായി. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ആ സമയത്ത്. നമ്മളാകെ മറ്റേ നമുക്ക് എന്ത് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ ചായ ഗ്ലാസ് പിടിച്ചിട്ടുണ്ട്. അത് അവിടെ ചെന്നിട്ട് കുടിക്കണോ വേണോ അത് എന്താ ചെയ്യണ്ടേ അതിന് പിടുത്തം ഇല്ലാത്തൊരു അവസ്ഥ. ആക്ടിവിറ്റി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. നമുക്ക് സിമ്പിളായി സംസാരിച്ചിട്ട് പോയി. ബാക്കിയൊക്കെ പെട്ടെന്ന് ഞാനായിരുന്നു. ഇന്ന് ഹാനോടെ ഇന്ന് ഇങ്ങനെ പറയും എന്ന് വിചാരിക്കുന്ന സമയത്താണ് വീഡിയോ ഇറങ്ങിയിട്ട്. അപ്പൊ അങ്ങനെ സന്തോഷമായി. അതപ്പൊ തന്നെ ആ എടുത്ത ആള് ഇതിന്റെ അടുത്ത് വന്ന് കാണിച്ചു തന്നു. ഞാനിപ്പോ എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ എടുത്തു ബ്രോ എന്ന് കാണിച്ചു തന്നു. അപ്പൊ തന്നെ നമ്പർ കൊടുത്ത് ആളെ വീഡിയോയും വാങ്ങിച്ച് ഹാപ്പി ആയി. ആൾക്കൊരു മെൻഷനും കൊടുത്ത് ഹാപ്പി ആയി, സന്തോഷമായിട്ട് പോയി. ഇങ്ങനൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടോ? അതായത് ഇന്നൊരു വ്യക്തി, ഇപ്പം മലയാളത്തിൽ നിന്ന് മാത്രമല്ല ചിലപ്പം തമിഴ് ഇൻഡസ്ട്രി ആവാം, അങ്ങനെ ഒരു വ്യക്തിനെ കാണുക അല്ലെങ്കിൽ സംസാരിക്കുക, അങ്ങനെ ഒരു ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ മലയാളത്തിലല്ലാതെ തന്നെ ഞാൻ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഞാൻ പണ്ടത്തെ ടൈമിലൊക്കെ, അതായത് ഞാൻ ടിക്ടോക്കിന് വരുന്നേക്കാൾ മുന്നൊക്കെ ഈ വിജയിനൊക്കെ കാണുമ്പോൾ എനിക്ക് ആളെ നേരിട്ട് കാണണം, സംസാരിക്കണം, അതൊക്കെ ഭയങ്കര ആഗ്രഹം. വിജയിനെ കാണുമ്പോൾ ഞാൻ സ്വപ്നം അവനെ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിന് വിജയ് എൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അണ്ണ കുറച്ച് ചോറ് ഇടട്ടെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ഞാൻ. അങ്ങനെയൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിന്. ആ സമയത്തൊക്കെ കാണുമെന്ന് അറിയില്ല. പടമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ. മറുപടി എന്തൊക്കെയോ പറയാ. അത് മറുപടി അല്ലല്ലോ പറയാ, മൊത്തം സ്വപ്നല്ലേ. ആള് ആക്ടിവിറ്റി കുറെ ചെയ്യുന്നുണ്ടാവുക, അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് സ്വപ്നങ്ങളൊക്കെ. നിങ്ങൾക്ക് തമ്മിലേ, അതായത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ അറിയാവുന്നത് കൊണ്ടും ഇപ്പം മിഥുൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മിഥുൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ എന്തായിരിക്കാം? അല്ലെങ്കിൽ അത് ക്യാരക്ടർ ആവാം. രണ്ടെണ്ണം അതെ കഴിയുമ്പോ എനിക്ക് മടുക്കണം. പിന്നെ കുറച്ച് മെച്ചപ്പെടേണ്ടതും ചോദിക്കുന്നുണ്ട്. ആദ്യം ഇത് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ഇതിന് കെയറിങ് നല്ല രീതിയിൽ, എല്ലാ രീതിയിലും വൻ കെയറിങ് ആണ്. ഓക്കെ, ക്യാരക്ടർ അടിപൊളി. ക്യാരക്ടറിൽ അടിപൊളി ഉള്ളത് ഏതാ ഏറ്റവും നല്ലത്? അപ്പൊ ഞാൻ പൊക്കോ കഴിഞ്ഞില്ല. റൊമാൻറ്റിക്, വില്ലൻ അല്ല, കോമഡി അല്ല, റൊമാൻസിൽ ഞാൻ പുലിയാണെന്നല്ലേ? അത്ര റൊമാൻസ് ആണോ ഞാന്? ആണോ? ഞാൻ റൊമാൻറ്റിക് ഹീറോ എന്തോ അങ്ങനെ പറയുന്നു. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ? ഓക്കെ, ഇനി കുറച്ചൊന്ന് മെച്ചപ്പെടണം, അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു കാര്യം മാത്രം കുറച്ചുകൂടെ ഒന്ന് ഇതാകണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തെന്ന് പറയാൻ അങ്ങനെയുള്ള 2 കാര്യങ്ങളുള്ള എന്ത് കഴിക്കാം? പുറത്തു പോകുമ്പോ പറഞ്ഞിട്ട് പോണം വീട്ടില്. അത് ഒരു ഇതില്ല. പുറത്തു പോകുമ്പോ പറയാതെ പോകും. ഇവിടെ നിക്കുന്ന കാണാം, പിന്നെ ആകുമ്പോ കാണാം. പിന്നെ വിളിക്കുമ്പോ പറയും ചേട്ടൻ്റെ അമ്മാമ്മയുടെ വീട് അടുത്താ. അപ്പൊ വീട്ടില് പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കുമ്പോ പറയും ഇല്ലെന്ന് പറയും. ഇതൊക്കെ ചെറുത്, ഇതൊക്കെ എന്ത് ഇവിടെ തൊട്ടപ്പുറത്തേക്ക് പോകാൻ വേണ്ടി. അല്ല, എന്തായാലും പുറത്തേക്ക് പോകുമ്പോ തിരക്കത്തില്ലേ വീട്ടില്, അങ്ങനെ അപ്പൊ പറഞ്ഞിട്ട് പോയാ അവർക്ക് ഒരാശ്വാസം. മനസ്സിലായി. അതൊരു ദിവസം ഞാന് ഇവിടെ പോയി സൂര്യനെല്ലി കൊടുക്കുമല. ഞാൻ വൈകുന്നേരം അമ്മ കിടന്നുറങ്ങുമ്പോ അമ്മ ഞാനിപ്പോ വരാന്ന് ഇറങ്ങിയതാ. അമ്മ ഞാനിപ്പോ വരാം, കൂട്ടുകാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിറ്റേ ദിവസം എന്നെ കാണാണ്ട് അമ്മ വിളിച്ചപ്പോഴാണ് അമ്മ റേഞ്ചിന് ഞാൻ മനേനെ മുകളിലാ, മല കയറിക്കൊണ്ടിരിക്കുക. അതിന്റെ അത്രയും വലിയ അമ്മാമ്മേനെ വീട്. ഇതൊക്കെ തന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറയും. അത് വൈകുന്നേരം അമ്മ കിടന്നുറങ്ങുമ്പോ പറയാ നീ എവിടെയെങ്കിലും പോ, ഉറങ്ങണം. അമ്മ കിടന്നുറങ്ങി.
പിറ്റേ ദിവസം എന്നെ കാണാൻ അല്ല അടുത്തായാലും പറഞ്ഞിട്ട് പോകുമ്പോ അത്രയും ഇതല്ലേ. പിന്നെ ഇതിനോർത്തത് തൊട്ടടുത്തായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ എന്നോർത്ത് അതെ പോയതായിരിക്കാം. ഫോണുണ്ട്, വിളിച്ചു കഴിഞ്ഞാ എവിടെയുള്ള കാണാനിനോ ഞാൻ ഇവിടെ. അല്ല ഇപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ അറിയാം? ഫോൺ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തില്ലെങ്കിൽ ശരി, അടുത്തില്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടാ. അത് ശരിയാ. ഇതൊരു കുടുംബകലഹല്ല, ഇന്റർവ്യൂയാണ്. ഓക്കെ, അത് മെച്ചപ്പെടേണ്ട കാര്യം. വേറെ ഒന്നുമില്ല, ആ ഒരു കാര്യം മാത്രമേ. ഇനി ബോൾ ഇങ്ങോട്ട് വരുവാണ് ഈ കോർട്ടിലേക്ക്. മിഥുന് അങ്ങോട്ട്, അതായത് പാർവതിയുടെ ആ ഒരു 2 കാര്യങ്ങൾ കിടിലം, ഐ ലവ് ദാറ്റ് ക്യാരക്ടർ, അല്ലെ ആ ഒരു സംഭവം 2 നമ്മളെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ അച്ഛനമ്മ കൂടെ നിൽക്കുന്ന പോലെ തന്നെ അന്ന് എൻ്റെ കൂടെ നിന്നതാണ് ഇവളാണ്. ആ ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പറയാനായാലും പറയുമ്പോൾ ഇപ്പോഴേ തന്ന് നമ്മളെ ആശ്വസിപ്പിക്കാനായാലും കൂടെ ഉണ്ടാകുന്നത് പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ അതൊന്ന് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതാണ്, നമ്മളെ ലിഫ്റ്റ് ചെയ്യും. നമ്മളെ ഒന്ന് മൈൻഡ് സപ്പോർട്ടൊക്കെ തന്ന്. ഭയങ്കര മൈൻഡ് സപ്പോർട്ട് ഭയങ്കര അല്ലേ, വലിയ എഴുത്തുകാരിയല്ലേ അല്ലേ? അത്ര വലിയ എഴുത്തുകാരി. കോൺഫിഡൻസ് തരാൻ 10 വരെ കഴിഞ്ഞിട്ടേ വേറെ കാര്യമുള്ളൂ. കലക്ക് ഇങ്ങനെ ഇതിനും പറഞ്ഞിട്ടുണ്ടോ നേരിട്ട്? പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഓർമ്മയില്ലാണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പണ്ടെന്നൊക്കെ. പണ്ട്. അതെ. ഓക്കെ, ഒന്ന് ഇത് മടങ്ങിയേ. ഇനി രണ്ടാമത്തെ ഇനി മടങ്ങിനെ. ഓക്കെ, രണ്ടാമത് ഇതാണ് ഏറ്റവും വലുത്. രണ്ടാമത് ഇപ്പം എന്താ പറയാ, എന്താ പറയാ, ക്യൂട്ടാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ക്യൂട്ട്നെസ് ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും. അടുക്കളയിൽ പണി ചെയ്യുകയാണെങ്കിൽ പോലും പുറത്തൊരു പണി ചെയ്യുകയാണെങ്കിൽ പോലും അതൊക്കെ കറക്റ്റായിട്ട് വിശ്വസിച്ച് ഏൽപ്പിച്ച് പോവാം. നമ്മുടെ കാര്യമായാൽ പോലും അല്ലേ. അത് കൊള്ളാം. ചെയ്യുന്ന എന്താണോ അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ചെയ്തിരിക്കും. കൊള്ളാം. അപ്പം പിന്നെ കുഴപ്പമില്ല. എന്താ ഇപ്പൊ പറയണേ? അപ്പൊ നന്നായില്ല ഞാൻ ചോദിച്ചത്. ഞാൻ വിളിച്ച് ഇന്നലെ വിളിച്ചു പറഞ്ഞത് വരുമ്പോ സോപ്പ് എടുത്ത് വന്നോളാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ എന്റെ ഡ്രസ്സ് അലക്കാറുണ്ട്, വരുമ്പോ സോപ്പ് എടുത്ത് കൊണ്ടുവന്നു. കുറച്ച് അലക്കിണ്ടായിരുന്നു. എന്തൊക്കെയുണ്ടാവും? കഴിഞ്ഞു. ഓക്കെ, ഇനി മെച്ചപ്പെടണം അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഒന്ന് ശ്രദ്ധിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? പിണക്കോ? പെട്ടെന്ന് പിണങ്ങോ? ചെറിയ കാര്യം മതി. ചെറിയ കാര്യം മതി ആണല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചായ കുടിച്ചില്ലേ? ഇല്ല. ഒരു കാര്യം, ഒരു റീസൺ എന്തായിരിക്കും? റീസൺ അങ്ങനെയാണ്. എന്താ പറയാ, ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ ഉള്ളത് മാത്രമല്ലേ ഉള്ളൂ. ചെറിയ കാര്യങ്ങളാണ് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ്. കാരണം ചെറിയ സംഭവം ഉണ്ടാവും. ഇന്ന് എന്താ ഫോൺ എടുത്തില്ലേ, ഞാൻ തിരക്കായിരുന്നു. അല്ല, ചെറിയൊരു റീസൺ അല്ല. ചിലപ്പോ ചേട്ടൻ ബിസി ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ ലോങ് ഡിസ്റ്റൻസ് അല്ലേ, അപ്പൊ നമുക്ക് വിളിക്കാൻ തോന്നുന്ന ടൈമിൽ നമ്മൾ വിളിക്കുമ്പോ അപ്പുറത്തേക്കുന്ന ആളും നമ്മുടെ അടുത്ത് സംസാരിക്കണം, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചല്ലേ വിളിക്കുന്നത്. അപ്പൊ ചേട്ടാ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞാൽ ആ വിളിക്കുന്നത് ചിലപ്പോ രാത്രി ആയിരിക്കും, ഉറങ്ങിക്കിടക്കുന്ന ടൈമിലായിരിക്കും വിളിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എന്ത് വിളിച്ചെന്ന് ചോദിക്കും. അപ്പൊ ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ചെറുതായിട്ട് അത്ര വലുതാവത്തില്ല. ചെറുതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്ന് വലുതാവണെന്ന് വെച്ചാ എന്താന്ന് വെച്ചാ ഞാൻ പിന്നെ എന്തുവാ സംസാരിക്കത്തില്ല. അപ്പൊ ചേട്ടന് അത് ഇഷ്ടമല്ല ഞാൻ സംസാരിക്കാതിരിക്കുമ്പോ. ഞാൻ എപ്പോഴും സംസാരിക്കണം. ഞാൻ മിണ്ടാതിരിക്കുമ്പോ ചേട്ടന് ദേഷ്യമാവും, വിഷമാവും. കുടുംബക്കാരല്ല, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴക്കൊന്നും കൂടാൻ പോയില്ല. ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഇന്ന സ്ഥലത്ത് പോകണം കറങ്ങാൻ. എന്തായാലും പാർവതിൻ്റെ മൈൻഡിലൊക്കെ കാണുമല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഒന്ന് നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കുറച്ച് ദൂരെ എവിടെയെങ്കിലും ട്രാവൽ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോവുക, അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ അടുത്ത കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, സമയം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. സാധാരണ എല്ലാവരും
നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ മഞ്ഞുള്ള ഏരിയയിലേക്കൊക്കെ പോയിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ള പരിപാടി. മൂന്നാർ, വയനാട്. ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയും നമുക്ക് പട്ടായ പോവാം, നമുക്ക് ഗോവയിൽ പോവാം. ചുമ്മാ ഇരിക്കുന്നു. ചേട്ടന്റെ ഫേവറേറ്റ് പ്ലേസ് അത്. ചേട്ടൻ എപ്പോഴും പറയുന്ന അതാ, നമുക്ക് ഗോവയിൽ പോവാം, പട്ടായ പോവാം. ഞാൻ പറയും ഞാൻ വരുന്നില്ലെന്ന് പറയും. ഞാൻ പറയും ഞാൻ വരുന്നില്ലെന്ന് പറയും. ചേട്ടന്റെ അടുത്ത് പോണ്ടെന്ന് പറയും. എല്ലാവരും മനസ്സിന് പട്ടായ ഒരു മോശപ്പെട്ട സ്ഥലമാണ്. ഓ മനസ്സില് ഇത് ചെയ്ത് വെച്ചേക്കുവാ. നല്ല സ്ഥലം തന്നെ. ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഗോവ. അപ്പൊ തീർന്ന് പോവാണ്ടായി അവസാനം. ഇതിനു മുമ്പ് നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ടൊക്കെ? മീറ്റിംഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ടൈം കാണുന്നത് കുറെ നാൾ മുന്നേ. പടം ഇറങ്ങിയിട്ടാണ് ഇറങ്ങാൻ മുന്നേ. നിങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് ആണ് പറയുന്നത് അല്ലേ? ഫസ്റ്റ് നിങ്ങൾ കാണുന്നത്? അതെ, ഫസ്റ്റ് മീറ്റപ്പ് നമ്മുടെ സൂവിന് വെച്ചിട്ടാണ്, നമ്മുടെ തിരുവനന്തപുരം സൂവിന് വെച്ചിട്ടാണ് കണ്ടത്. അന്ന് കാണാൻ വേണ്ടി വരുമ്പോൾ പുള്ളി തമ്പാനൂർ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുക, വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു പറ്റിക്കാം, പിന്നെ ഞാനെ പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കാം, വേറെ ഏതെങ്കിലും പെൺകുട്ടീനെ പോയി പെട്ടെന്ന് ഇങ്ങനെ വിളിക്കാം, അറിയാൻ പറ്റൂലല്ലോ. വിളിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോണ്ട് ഇവിടെ പോലെ വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ പതുക്കെ പമ്മി പോയി വരുമ്പോ പെട്ടെന്ന് നോക്കുമ്പോണ്ട് അവിടുന്ന് ആള് ചേട്ടാ അത് ഞാനല്ല എന്നുള്ള രീതിയിൽ നോക്കിട്ട് വരുന്നു. അല്ല ഞാൻ ഇതെങ്ങോട്ടൊക്കെ പോകുന്നു, വഴി തെറ്റി പോകുന്ന, വിളിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞ ഫോൺ എടുത്തപ്പോ പിന്നെ ഞാൻ ചെല്ലാന്ന് എണീറ്റ് ചെന്നു. വന്നെ ഞടി കിട്ടിയാണേ. നന്നായി അത് വരുന്ന കണ്ടതല്ലേ. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് കാണുന്നു. ഫസ്റ്റ് എന്താ നിങ്ങൾ സംസാരിച്ചേക്കെ? കാരണം ഈ ചാറ്റിംഗ് മാത്രമല്ലേ ഉള്ളൂ. ആദ്യം കാണുമ്പോൾ എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ചെറിയൊരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ചമ്മലൊക്കെ? ആദ്യം കണ്ടപ്പോ എന്താ ഫസ്റ്റ് ചോദിച്ചത്, അങ്ങനെ ലളിതമായി ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഹൈറ്റ് കുറച്ച് കൂടി പോയി പുള്ളി പറഞ്ഞു. അവളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഹൈറ്റ് കുറച്ച് കൂടി പോയോ ചേട്ടാ, കൂടിപ്പോയല്ലേ ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ മിഥുൻ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു കുറച്ച് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പഞ്ച്വലത, കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സമയം ഉണ്ടല്ലോ, ഇന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇന്ന ടൈം കൂടുതൽ ആർക്കാണ്? എന്തുവാ പഞ്ച്വാലിറ്റി ചേട്ടന്? കറക്റ്റ് സമയത്ത് ഉറങ്ങണം. എന്താ പഞ്ച്വാലിറ്റി ചേട്ടന്? അത് പഞ്ചായത്തി അല്ലേ, കറക്റ്റ് ടൈമിനല്ലേ? ഇപ്പം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈം, എണീക്കുന്നതാണെങ്കിൽ ഇന്ന കറക്റ്റ് ടൈം, എല്ലാം ഒരു ചിട്ട. കറക്റ്റ് ടൈമിനൊക്കെ പോകും. പഞ്ച്വൽ അത് പോകും. വിളിക്കുന്ന കാര്യത്തിൽ അങ്ങനെയല്ല, ഫോൺ വിളിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലെ ഇനി അല്ലേ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ആരാണ് കൂടുതൽ ഇമോഷണൽ, പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്നത്? അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ പെട്ടെന്ന് സന്തോഷമാവും, വിഷമമാണെങ്കിലും പെട്ടെന്ന് വിഷമാവും, അങ്ങനെ ആണെങ്കിൽ? വിഷമാണെങ്കിൽ എനിക്കായിരിക്കും. സന്തോഷമാണ് ഭയങ്കര ഹാപ്പി ഒരു കാര്യമാണ്. അതൊന്നും ആണല്ലേ, ഭയങ്കര ഇമോഷണലാണ്. ഒരു ഹാപ്പിനെസിന്റെ കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മാരേജ് ഓഫ് കോഴ്സ് അതായിരിക്കും ഏറ്റവും നമ്മൾ, അതല്ലാതെ വീട്ടിൽ സമ്മതിച്ചതായിരിക്കും അല്ലേ? അതെ, അതായിരിക്കും പുള്ളി ഏറ്റവും സന്തോഷം. എല്ലാവരും സമ്മതിച്ചപ്പോ അപ്പൊ എന്ത് ചെയ്തു? ആ സമ്മതിച്ച ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഓക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ ആ മൊമെന്റ് ഉണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് മിഥുനെ എടുത്ത് വിളിച്ചു, സമ്മതിച്ചു കേട്ടോ. അതെ, അമ്മ സമ്മതിച്ചു കേട്ടോ. ഓ സിമ്പിളായിട്ട്. അത് കേട്ടപ്പം സന്തോഷം. അത് കേട്ടപ്പോ ഞാനും സമാധാനം. ഇനി ഞാൻ ഇവിടുത്തെ അമ്മേനെ വിളിച്ച് സമ്മതിപ്പിക്കട്ടെ. പിന്നെ സെക്കൻഡ് കാര്യം ഇവിടെ ആദ്യം ഓക്കെ ആവണല്ലോ. ഫസ്റ്റ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇത്രത്തോളം ഡീപ്പാണ് പ്രണയം എന്നുള്ളത് ഇത് അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. മനസ്സിലായി. നമ്മളെ ഉള്ളിനെ വെച്ച് നടക്കുവാണല്ലോ. അതുകൊണ്ട് ഇനി കൂടുതൽ റൊമാൻറ്റിക് അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മിഥുനാണ് കൂടുതൽ. അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്ത് റൊമാൻറ്റിക്.
ആണോ? അതെ അതെ. ഞാൻ പിന്നെ എന്തോന്ന് റൊമാൻറ്റിക്ക. വേണേ ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തോ? ആ ഞാനറിയാതെ ഞാൻ ലോകമായി നിൽക്കുന്നു. മിഥുനാണ്. ഓക്കെ, ഉറപ്പിക്കാം. അതെ ഉറപ്പിക്കാം. യെസ് ഓർ നോ എന്നല്ലേ. ഇനി കുക്ക് ചെയ്യുന്ന കാര്യത്തില് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഇല്ല, ഞാൻ ചെറുതായിട്ട് ചേട്ടന് ചായ വെക്കാൻ മാത്രം അറിയാം, എനിക്ക് ചായ വെക്കാത്ത, എനിക്ക് കുക്കിംഗ് അറിയത്തില്ല. ഓക്കെ, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പഠിച്ചു വരുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മുട്ട ചേട്ടന് മുട്ട പൊരിക്കാൻ അറിയാം, നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം, അത്ര തന്നെ. മുട്ട പൊരിക്കാൻ അറിയാം, നൂഡിൽസ് ഉണ്ടാക്കാനും അറിയാം. അറിയാം. ചേട്ടന്റെ കുക്കിംഗ് അത്രേ ഉള്ളൂ. അത്യാവശ്യം വേണ്ടത് അത്യാവശ്യം പോലെ ഭക്ഷണം ജീവിക്കാനുള്ള പോലെ നൂഡിൽസ്, മുട്ട, ചായ, ബ്രെഡ്, ബട്ടർ, ജാമ് തേക്കാൻ അറിയാം. അതെനിക്കും അറിയാലോ. നൂഡിൽസ് എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാം. എനിക്കറിയാലോ. സ്ട്രോങ് ചായ ഉണ്ടാക്കാൻ അറിയാം. ആപ്പിൾ മുറിക്കാൻ അറിയാം, വൈൻ വെക്കാൻ അറിയാം, കഴിക്കാൻ അറിയാം. പറഞ്ഞ് ട്രൈ ചെയ്തിട്ടുണ്ടോ? കുക്കിംഗ് വീട്ടില് ഇടയ്ക്ക് അമ്മ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞു തരും. പക്ഷെ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ല, പഠിക്കാനായിട്ടൊക്കെ പോകുമ്പോ എപ്പോഴും ചെയ്യുന്നില്ലല്ലോ, അപ്പൊ മറക്കും. എനിക്ക് പിന്നെ ഫുൾ സംശയ, ഞാൻ എഴുതിയൊക്കെ വയ്ക്കൂ മറന്നു പോകാതിരിക്കാനായിട്ട്. പിന്നെ അമ്മ ഇല്ലെങ്കിൽ പിന്നെ മാമിയുടെ അടുത്ത് പോയി ഒന്ന് വരും, ഒന്ന് നോക്കോ, ഒന്ന് നോക്കോ. മാമി പറയും ഞാൻ ഉണ്ടാക്കാം എന്ന് പറയും. അപ്പൊ എന്തായാലും ഇനി പഠിച്ചു വരട്ടെ അല്ലേ? ഇപ്പൊ തൽക്കാലം അല്ലേ, പിന്നെ ഇപ്പൊ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത് എളുപ്പമായിപ്പോ. അതേനാ ചേട്ടന്റെ അമ്മയും പറഞ്ഞേ, യൂട്യൂബ് ഉണ്ടല്ലോ അത് നോക്കി അമ്മ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്ന ആ ഒരു പദവിയിലോട്ടേക്ക് എത്തട്ടെ പാർവതി, അടിപൊളിയാവട്ടെ. ആ സെയിം ടൈമിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട കുട്ടി മിഥുൻ അടിപൊളി സിനിമകൾ ഇനിയും വരട്ടെ, കൂടുതൽ കണ്ടന്റുകളും വരട്ടെ, ഒരു ഗംഭീര കിടില മൂവികളൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ. ആൻഡ് വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. ആൻഡ് ഒരുപാട് സ്ഥലങ്ങൾ ഒരുമിച്ച് പോവുക, ഹാപ്പി ആകുക. ഇതേപോലെ തന്നെ ക്യൂട്ടായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഇപ്പൊ വന്നപ്പോൾ ഉള്ള ഒരു ടെൻഷൻ മാറിയില്ലേ? പെട്ടെന്ന് മാറി അല്ലേ? ആദ്യം മറ്റേ പറയുന്നത് ഇല്ല ചേട്ടൻ പറയും. ഇല്ല, അല്ല ആദ്യമായിട്ടല്ലേ ഞാൻ ഇന്റർവ്യൂവിൽ ആദ്യമായിട്ടൊക്കെ അല്ലേ ഇങ്ങനെ? ആദ്യമായിട്ട്. എപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനെ ഓർത്തിരുന്നോ? ഇല്ല, ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് ഒന്നും ഇന്റർവ്യൂ എക്സ്പെക്ട് ചെയ്തില്ല. എക്സ്പെക്ട് ചെയ്യാതെ വന്നതാ ഇതൊക്കെ. അതെന്തായാലും ലൈഫിലൊക്കെ നടക്കുന്നതൊക്കെ എക്സ്പെക്ട് ഇല്ലാത്ത സംഭവങ്ങളാണ്. നമ്മൾ ചെയ്യാത്ത സംഭവങ്ങളൊക്കെ ലൈഫിൽ നടക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പം കല്യാണത്തിന്റെ ട്രീറ്റ് തരണേ. പിന്നെന്താ, ഞങ്ങൾക്ക് ഇപ്പോൾ വന്നപ്പോൾ നല്ല കിടിലും ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടേ ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടിച്ചു പൊളിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ബോത്ത്.